LGBTQ+ അഭിവാജ്യ ഘടകമെന്ന് RSS. രാജ്യം പണ്ടേ അവർക്ക് ഇടം നൽകിയെന്നും അവരും മനുഷ്യരാണെന്നും RSS തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞു. തെലങ്കാനയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LGBTQ+ സമൂഹത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ നിലപാട് വ്യക്തമാക്കുമ്പോഴും സംഘടനകൾ അവരുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴുമാണ് RSS വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് RSS മേധാവി കൂടിയായ മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. അവരെ ഒരു കാരണവശാലും പാർശ്വവൽക്കരിക്കരുത് എന്നും അദ്ദേഹം പറയുന്നു. വിശാലമായ സാമൂഹിക ജീവിതമാണ് നമ്മുടേത്. സ്വാഭാവികമായും രാജ്യത്ത് അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട് എന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയാണ്. ലോകമെമ്പാടുമുള്ളതാണ് LGBTQ+ സമൂഹം എന്നുള്ളത് പ്രത്യേകതയായി തന്നെ കാണണം. അതിനാൽ അവർക്ക് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ല എന്നും മോഹൻ ഭാഗവത് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ല എന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയാണ്. അവരും മനുഷ്യരാണ്, നമ്മുടെ ഇടയിലും പണ്ട് മുതലേ അവരുണ്ടായിരുന്നു. ചിലർ അങ്ങനെ പലവിധ സവിശേഷതകളോടുകൂടിയാണ് ജനിക്കുന്നത്. അവരെ ആ സവിശേഷതകളുടെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് RSS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഈ സവിശേഷതകളൊക്കെ പിന്നീടാണ് പലപ്പോഴും വ്യക്തമാകുന്നത്. ആ സമയത്തേക്ക് അവർ നമ്മുടെ സമൂഹമായി ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും. പക്ഷേ അവരുടെ ഈ സവിശേഷതകൾ തിരിച്ചറിയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന ആവശ്യം RSS മുന്നോട്ട് വെക്കുകയാണ്. അവരെ താഴ്ന്ന കണ്ണുകളോടെ കാണരുത് എന്ന് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് എന്നും RSS മേധാവി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ട്. സ്ത്രീയും പുരുഷനും, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നാൽ മാത്രമേ പരസ്പരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചില സമയങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ചർച്ചകളൊക്കെ കാര്യമായി കേൾക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാരെ അനുകൂലിക്കുന്നവർ പുരുഷനാണ് എന്ന് പറയും, സ്ത്രീകളെ അനുകൂലിക്കുന്നവർ സ്ത്രീകളാണ് എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പലരും പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത് ഉയർന്നവരും താഴ്ന്നവരും തമ്മിലുള്ള തർക്കമാണ് എന്ന് RSS മേധാവി ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾ ശ്രേഷ്ഠരാണ്, അവരെ എന്തിനാണ് കുടുംബങ്ങളിൽ അടിമകളെ പോലെ അവർ കഴിയുന്നത് എന്ന ചോദ്യം കൂടി RSS മേധാവി മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അവരെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന വിവാഹ ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും RSS മേധാവി വ്യക്തമാക്കുകയാണ്. ഏതായാലും പുരുഷന്മാർക്ക് എല്ലാം കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്ത്രീകൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം വിജയകരമായി നടക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വേണം അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ എന്നും അത് അനിവാര്യമാണ് എന്നും RSS മേധാവി ചൂണ്ടിക്കാട്ടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.